എങ്ങനെയുണ്ട്? ഇത്രയും ദിവസം ആയല്ലോ ഇങ്ങോട്ടേക്ക് വന്നിട്ട്, ഇപ്പോൾ ഒരു 3 ആഴ്ച കഴിഞ്ഞു, റൗണ്ട് പ്രചരണം പൂർത്തിയായി കഴിഞ്ഞു. എനിക്കിപ്പോൾ റൗണ്ട് എന്ന് പറയാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊന്ന് മറ്റ് പ്രധാന 2 സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അവസാനം വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അവരൊക്കെ ഏതാനും റൗണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എനിക്കൊരു കൃത്യമായ റൗണ്ട് വെച്ചല്ല പോകുന്നത്, പരമാവധി ആൾക്കാരിലോട്ട് എത്തുക. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയും, ഇന്നത്തെ ലോകത്ത്, ഈ ഡിജിറ്റൽ വിപ്ലവം നടക്കുന്ന ഈ ലോകത്ത് എനിക്ക് ചുവരെടുത്ത് ഇതിനോട് പോലും അങ്ങനത്തെ അല്ല താല്പര്യം. നമുക്ക് ആൾക്കാരിലോട്ട് എത്തിക്കേണ്ട ഒരു മെസ്സേജ് എന്ന് വെച്ചാൽ, ഒരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്, ഈ സ്ഥാനാർത്ഥി ആരാണ്, എന്തൊക്കെയാണ് മുൻപ് ചെയ്തിട്ടുണ്ട്, ഇനി എന്തൊക്കെ ചെയ്യും, ഇത്തരം കാര്യങ്ങളാണല്ലോ നമ്മളെ സമ്മതിദായകരിലോട്ട് എത്തിക്കേണ്ടത്, വോട്ടേഴ്സിലോട്ട്. അത് വ്യക്തമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലൊരു ഉറപ്പുണ്ടാക്കണം, ഈ ആൾ ജയിച്ചു കഴിഞ്ഞാൽ ഇന്നതെല്ലാം കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ ഒരു ഉറപ്പെന്ന് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ കേന്ദ്രം വളരെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട് കൊല്ലത്തെയും. അതുകൊണ്ടാണ് കേന്ദ്ര നേതാക്കളുടെ ഒരു നിര തന്നെ വരാൻ പോവുകയാണ്. വരും ദിവസങ്ങളിൽ പലരും, ഇന്നിപ്പോൾ ശ്രീ രാജ്നാഥ് സിംഗ് അദ്ദേഹം വരുന്നു, വരും ദിവസങ്ങളിൽ ശ്രീ അണ്ണാമലൈ വരുന്നു, അതിനേക്കാളും മുകളിൽ നിൽക്കുന്ന പലരും ഉടൻ വരുന്നു. ഇതൊക്കെ ലിസ്റ്റ് ഞാൻ പറയേണ്ടതല്ല. അപ്പോൾ കേന്ദ്രത്തിന് തന്നെ കൊല്ലം ജയിക്കുന്നുള്ളൊരു തോന്നൽ വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ പ്രതീതി കൊണ്ടുകൊണ്ട് അവർ ധാരാളം ആൾക്കാരെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇനി നമ്മളും വരും ദിവസങ്ങളിൽ ഒരു പടി കൂടി, ഒരു ഉന്തിൻ്റെ കൂടി തള്ളെന്ന് പറഞ്ഞൊരു പ്രവർത്തനം നടത്തിയാൽ വിജയിച്ച് കയറാമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ അവിടെ പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ജയിച്ചു കഴിഞ്ഞാൽ കൃഷ്ണകുമാർജി ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് വരും. പക്ഷെ അതിനൊക്കെ കൃത്യമായ ഒരു പ്രചരണം നൽകാനായിട്ട് പാർട്ടി കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും മാധ്യമങ്ങളിൽ ചെറിയ രീതിയിലൊരു വാർത്ത വന്നത് അറിഞ്ഞല്ലാതെ പാർട്ടിയിലെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി പോലും അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രചരണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പ്രവർത്തകർക്കിടയിൽ തന്നെ ഒരു പരാതിയുണ്ട്. ഇത് നമുക്ക് പല തരത്തിൽ ഇനി എടുക്കാം. കാരണം ഒന്ന്, പാർട്ടിക്ക് ഓരോ കാറ്റഗറി ഉണ്ട് ഓരോ മണ്ഡലങ്ങളെ പറ്റി, എല്ലാ പാർട്ടികൾക്കും. അതിൽ BJP എന്ന് പറഞ്ഞ പാർട്ടിയുടെ B ക്ലാസ് കാറ്റഗറി ആയിരുന്നു, അതിനിപ്പോൾ Aയിലോട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രവർത്തന രീതി, ഫണ്ടിങ് എല്ലാം ആ അളവിലേ വരത്തുള്ളൂ. പക്ഷേ എൻ്റെ ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ തട്ടിലെ പ്രവർത്തകർ, അതായത് ബൂത്ത്, ഏരിയ, മണ്ഡലം, ഇതുപോലെ അതിശക്തമായൊരു പ്രവർത്തനം മുൻ ഇലക്ഷനിൽ ഞാൻ ഇലക്ഷനിൽ നിന്ന സാഹചര്യമുണ്ട്, ഞാൻ ഇലക്ഷനിൽ പലർക്കും വേണ്ടി പ്രവർത്തിച്ച ചരിത്രമുണ്ട്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ശക്തമായൊരു പ്രവർത്തനം ഞാൻ നേരിട്ട് കാണുകയാണ്. അതുകൊണ്ട് പ്രവർത്തനത്തിൽ നമ്മൾ ഈ കാണുന്നു വെച്ച് കഴിഞ്ഞാൽ, പല പ്രവർത്തനവും നമുക്ക് കാണാൻ പറ്റില്ല. അടിയൊഴുക്ക് എന്നൊരു സംഭവമുണ്ട്. അടിയൊഴുക്ക് ഏറ്റവും ശക്തമായി നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് കൊല്ലമാണ്. കാരണം ഇപ്പോൾ ഇരു മുന്നണികളും കാലങ്ങളായി ഭരിച്ച് ഇവിടെ ഒരു വികസനവും നടക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഏറ്റവും വളക്കൂറുള്ളൊരു മണ്ണുള്ള ഒരു ജില്ലയാണ് കൊല്ലം. കാരണം അതിസുന്ദരമായ ഒരു ജില്ലയാണ്. നമ്മളൊരു അറ്റം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മലമ്പ്രദേശമാണ് പുനലൂർ ഭാഗം, നടുക്കൂട്ടുന്ന കല്ലട 6, അത് കഴിയുമ്പോൾ നമ്മുടെ കായലുണ്ടല്ലോ, അഷ്ടമുടി കായൽ, ഇത് കഴിയുമ്പോൾ കടൽ വരുന്നു. എല്ലാത്തിനും വികസനത്തിന് എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ ഇതുവരെ ഭരിച്ച MP-മാർ ഒരു വസ്തുവും ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പം തന്നെ നമ്മൾ നോക്കുക, 40 വർഷത്തിന് പുറത്ത് അടഞ്ഞുകിടന്ന ബൈപ്പാസിൻ്റെ വർക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു? 2014. ഇപ്പോൾ അതിൻ്റെ 4 ലൈനിങ് പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് മുഴുവൻ ആര് വന്നതിന് ശേഷം? ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷം. അപ്പോൾ ഇവിടുത്തെ MP എന്താ ചെയ്യുന്നത്? ഞാനാണ് ചെയ്തത്, ഫ്ലെക്സുകൾ മാത്രം വയ്ക്കുക, റെയിൽവേ സ്റ്റേഷൻ നവീകരണം എടുക്കുക. ഈ ധനം എവിടെ നിന്ന് വരുന്നു? കേന്ദ്രത്തിൽ നിന്ന്. ഫ്ലെക്സ് വയ്ക്കാൻ MP വരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രവർത്തനം താഴെത്തട്ടിൽ ശക്തമാണ്, എല്ലാമുണ്ട്, ജയിച്ചു കയറാനുള്ള എല്ലാ സംവിധാനവും. പക്ഷേ ചിലത് പ്രകടമായി കാണില്ല. കാരണം മറ്റു പാർട്ടികളെ നോക്കുക, തിരുവനന്തപുരം വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. തിരുവനന്തപുരം കൂടുതൽ ധനവും A+ കാറ്റഗറി മണ്ഡലവുമാണ്. അതുകൊണ്ട് കൊല്ലത്തിന്റെ രീതിയിൽ വെച്ച് അതിശക്തമായ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചതിന്റെ മറുപടി ഇതുവരെ വന്നില്ല. ആ പറയുന്ന കാര്യം, ഒരു കേന്ദ്രമന്ത്രി സംസ്ഥാനത്തിന്റെ പല ചുരുക്കം ചിലരെ കുറിച്ചാണ് പറയുന്നത്, കേന്ദ്രമന്ത്രി പദത്തിലേക്ക് ഉയർത്തുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രഖ്യാപനം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയിട്ട് അതിന് എത്രത്തോളം സോഷ്യൽ മീഡിയ വഴി, പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴിയോ പ്രചരണം കിട്ടി എന്നുള്ള ഒരു ചോദ്യം ഈ വാർത്തകളിൽ കണ്ട് നമ്മളുടെ പല ആളുകളും ചോദിക്കുന്നുണ്ട്. BJPയുടെ പ്രവർത്തകരെ അല്ല, സോഷ്യൽ മീഡിയ എടുത്ത് നമ്മൾ പറയേണ്ടതല്ല, സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, താങ്കൾ എല്ലാവരും ഇത് കേൾക്കുകയാണ്, നല്ല രീതിയിലുള്ള പ്രചരണം തരണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി ആകുന്നത് പറഞ്ഞാൽ അത് കൃത്യമായി പ്രധാനം എല്ലായിടത്തും എത്തിക്കും, പ്രവർത്തകരിലേക്ക് എത്തിക്കും, മറ്റ് സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും അത് കൃത്യമായി പ്രചരണം കൊടുക്കേണ്ടതുണ്ട്. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ ആ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് കൃഷ്ണകുമാർക്ക് പോലും വിശ്വാസം ചെയ്യാനുള്ള സാധ്യതയില്ല. ഈ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതിൽ എപ്പോഴും വിശ്വാസമുണ്ട്. ഞാനൊരു അച്ചടക്കമുള്ളൊരു പ്രവർത്തകനാണ്. കാരണം എപ്പോഴും പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ താങ്കൾ പറഞ്ഞ ചോദ്യത്തിന് പ്രസക്തമായൊരു ചോദ്യമാണ്. പക്ഷെ അതിൻ്റെ ഉത്തരവും ഞാൻ കാണുന്ന വെച്ചാൽ, ഇൻ എവറി ഡിസഡ്വാൻറ്റേജ് ദർ ഈസ് എൻ അഡ്വാൻറ്റേജ് എന്ന് ഞാൻ കാണാറുണ്ട്. അതായത് ഇപ്പോൾ തന്നെ ഇങ്ങനൊരു പോരായ്മ സംഭവിച്ചെങ്കിൽ
നിങ്ങളത് ശ്രദ്ധിച്ചു, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇന്നിത് പത്രമാധ്യമങ്ങൾ മുഴുവൻ കാണുകയാണ്. അപ്പോൾ ഒന്നുകൂടി പ്രവർത്തകർക്ക് മനസ്സിലാവും, ശരിയാണല്ലോ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഈ നിമിഷം മുതൽ ഏറ്റെടുത്ത് പ്രവർത്തിക്കണമല്ലോ എന്ന് ഒരു ആവേശമുണ്ടാക്കുന്ന അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയാം. പ്രധാനമന്ത്രി വന്ന സമയത്ത് താങ്കൾ അദ്ദേഹത്തെ കാണുകയും കൊല്ലത്തിന്റെ കർഷക വ്യവസായത്തെയും ഒരു നിവേദനം അദ്ദേഹത്തിന് നൽകി. ഈ നിവേദനം നൽകി എന്നുള്ള കാര്യം പോലും കൃത്യമായി മാധ്യമങ്ങളിലേക്ക് എത്തിയിട്ടില്ല. മാധ്യമങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് എന്താണ് നിവേദനത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രി. ഇതൊക്കെ സ്ഥാനാർത്ഥി BJP അല്ലാതെ വേറെ ആരാണ് ചെയ്യേണ്ടത്? ഇതിപ്പോൾ എന്ത് വെച്ചാൽ 10 ദിവസം കൂടെ ഉണ്ട്. ഈ 10 ദിവസം ഞാൻ എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നു. ഈ ചോദ്യം ചോദിച്ചതിന് 1000 നന്ദി. കാരണം 2 മേഖലകൾ പ്രധാനമായിട്ടും, അത് കശുവണ്ടി മേഖല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2.5 ലക്ഷത്തോളം വനിതാ തൊഴിലാളികൾ ഇന്ന് വീട്ടിലിരിക്കുകയാണ്, ദുരിതത്തിലിരിക്കുകയാണ്, ജോലി നഷ്ടപ്പെട്ട്. ഏകദേശം 700-800ഓളം സ്ഥാപനങ്ങളുണ്ടായിരുന്നു, ഇന്നത് 70ഓളം സ്ഥാപനങ്ങളായി. അപ്പോൾ തൊഴിലാളികളും മുതലാളിമാരെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും എനിക്ക് കോടികൾ കയ്യിലുണ്ട്, ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നവരാണ്. ഈ കൂട്ടരെയും ഇവരുടെ 2 കൂട്ടരെയും പ്രശ്നങ്ങൾ ഒന്ന് അഡ്രസ്സ് ചെയ്യുക, ഇവരെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പോൾ മോഡിജിയുടെ ഓഫീസിലേക്ക്, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലോട്ട് എഴുതിയപ്പോൾ നിവേദനം തയ്യാറാക്കി കൃത്യമായി കൊണ്ടുവരാൻ പറഞ്ഞു. ഇലക്ഷൻ സമയം വേണ്ട, വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പറ്റില്ല, അത് തെറ്റാണ്. അതുകൊണ്ട് നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സെൻട്രൽ കാഷ്യൂ ബോർഡ് കൊണ്ടുവരണം. അതിൽ കശുവണ്ടി തൊഴിലാളികളുടെയും മുതലാളിമാരുടെയും പ്രതിനിധികളുണ്ടാവണം. അവരുടെ വോയിസ്, അവരുടെ ശബ്ദം അവരിലൂടെ നേരിട്ട് കേൾക്കണം. അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അങ്ങനെ നിവേദനം ഒരു സൈഡിൽ. രണ്ടാമത്തെ വിഷയം കൊടുത്തത് കടലോര പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഈ തീരദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കൾ എല്ലാവരും കണ്ടിട്ടുണ്ട്, ഒരു കടലാക്രമണം ഉണ്ടായി, വീടുകൾ നഷ്ടപ്പെട്ടു. ഉടനെ എന്താ ചെയ്യുന്നത്? അവർക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കുക, അല്ല അവരെ ഏതെങ്കിലും സ്കൂളിലോട്ട് മാറ്റി പാർപ്പിക്കുക. ഇതല്ല നമുക്ക് വേണ്ടത്. ഇതൊരു പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന, അപ്പോൾ അവിടെ പരിക്ക് കിടക്കണം. നമുക്ക് ആഴത്തിൽ പോയി എന്താണ് പ്രശ്നം എന്ന് കണ്ടെത്തി ശാശ്വതവും സുസ്ഥിരവുമായ ഒരു പരിഹാരമാണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ 2 വിഷയങ്ങളായിട്ടുള്ള നിവേദനം ഉൾപ്പെടുത്തിയെങ്കിലും ഇതിന് തൊട്ട് മുമ്പ് തന്നെ പർഷോത്തം റുപാലജി, ഫിഷറീസ് മിനിസ്റ്റർ, അദ്ദേഹത്തെ അറിയിക്കുകയും ഒരു കേന്ദ്ര സംഘത്തെ വരുത്തുകയും ചെയ്തു. അവരൊരു പഠന റിപ്പോർട്ട് ഓൾറെഡി അവിടെ പോയിട്ടുണ്ട്. ഇലക്ഷന് ശേഷം കാര്യമായ രീതിയിലുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം അതിനൊരു നടപടി ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം.